നമസ്കാരം. അമേരിക്കൻ വീക്ഷണത്തിലേക്ക് സ്വാഗതം. ഒരു കൊലപാതകത്തിൽ അമേരിക്കൻ ജനത സന്തോഷിക്കുന്ന അപൂർവമായ കാഴ്ചയാണ് നമ്മൾ ഈ 2 ദിവസമായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നത്. കഥാപുരുഷൻ മറ്റാരുമല്ല, യുണൈറ്റഡ് ഹെൽത്ത് കെയറിൻ്റെ മേധാവി ബ്രയൻ തോംസൺ, 50 വയസ്സുകാരൻ, മിനസോട്ടക്കാരൻ. അദ്ദേഹം ന്യൂയോർക്ക് സിറ്റിയിൽ മിഡ് ടൗണിൽ ഹിൽട്ടൺ ഹോട്ടലിൽ അവരുടെ കമ്പനിയുടെ പിന്നെ ഉദ്യോഗസ്ഥതല സമ്മേളനം നടക്കാനിരിക്കെ രാവിലെ നടന്നു പോവുകയാണ് അങ്ങോട്ട് കയറാനായിട്ട്. ഇത്രയും വലിയ ഈ അമേരിക്കയിലെ തന്നെ 3ാമത്തെ സാമ്പത്തിക സ്ഥാപനമാണ് ഈ യുണൈറ്റഡ് ഹെൽത്ത് കെയർ. അതിൻ്റെ CEO വെറുതെ കൂളായിട്ട് അങ്ങോട്ട് വഴിയിലൂടെ നടന്നങ്ങ് കയറുകയാണ്. അപ്പോഴത്തേക്ക് പിന്നെ മാസ്കും ഹുഡിയും വെച്ച ഒരു പാർട്ടി ഒറ്റ വെടി വെക്കുന്നു. അദ്ദേഹം അവിടെ വെച്ച് തന്നെ മരിച്ചു വീഴുന്നു. ഇതാണ് സംഭവം. അപ്പം മരിച്ച് വീണതിന് ശേഷം സാമാന്യ നിലയിൽ അമേരിക്ക ഞെട്ടുകയാണ് ചെയ്തത്. ന്യൂയോർക്ക് സിറ്റിയിൽ വെച്ച് ഇത്രയും വലിയ ഒരു വ്യക്തിയെ, ഇത്രയും വലിയ സമ്പന്നമായ ഒരു സ്ഥാപനത്തിൻ്റെ മേധാവിയെ ഇങ്ങനെ നിഷ്പ്രയാസം വെടിവെച്ചിടാൻ കഴിഞ്ഞു എന്നുള്ളത് അമേരിക്കയെ ഞെട്ടിച്ചു കളഞ്ഞു. വാസ്തവം പറഞ്ഞാൽ ന്യൂയോർക്കിനെ മാത്രമല്ല, അമേരിക്ക ഒട്ടാകെ ഞെട്ടിച്ചു കളഞ്ഞ കാര്യമാണ്. പക്ഷേ അതിനുശേഷം സംഭവിച്ചതാണ് അതിശയകരമായ കാര്യം. ജനമെല്ലാം ആഹ്ലാദിക്കുന്നു, ഒറ്റ കുഴപ്പവുമില്ല എന്നുള്ള രീതിയിൽ. അപ്പോൾ എന്തുകൊണ്ടാണ് ഇത് സംഭവിച്ചതെന്ന് നമ്മളൊന്ന് അന്വേഷിച്ച് നോക്കുമ്പോൾ വളരെ സിമ്പിളായിട്ടുള്ള കാര്യമാണ്. ഇപ്പോൾ അമേരിക്കയെ പറ്റി പറയുമ്പോൾ ഈ അമേരിക്കയിലെ 2 തരം തട്ടിപ്പുകളെ പറ്റിയാണ് ഞാൻ എപ്പോഴും ചിന്തിക്കാറുള്ളത്. ഒന്ന് ഹെൽത്ത് കെയർ, ഈ ഹെൽത്ത് ഇൻഷുറൻസും ഹെൽത്ത് കെയർ ആശുപത്രി, ഹെൽത്ത് സിസ്റ്റം, അതൊരു തട്ടിപ്പ് പ്രസ്ഥാനം. രണ്ടാമത്തേതാണ് നമ്മുടെ ഉന്നത വിദ്യാഭ്യാസം, അമേരിക്കയിലെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ. ഈ 2 തട്ടിപ്പ് പ്രസ്ഥാനങ്ങൾ, ഇത് ജനങ്ങളുടെ പണം പിടിക്കാനായിട്ടിരിക്കുന്ന 2 പരിപാടികളാണ്. അപ്പോൾ അതിൻ്റെ ഒരു പ്രതിഫലനമാണ് ഇദ്ദേഹം കൊല്ലപ്പെട്ടപ്പോൾ ജനം ആഹ്ലാദിക്കുന്നതായിട്ട് നാം കാണുന്നത്. അതിലേറ്റവും തമാശയായിട്ട് കണ്ടത്, ഇത്രയും വലിയൊരാൾ ഇങ്ങനെ കൂളായിട്ട് ഒറ്റയ്ക്ക് യാതൊരു സെക്യൂരിറ്റി ഇല്ലാതെ പോകുന്നു. അപ്പോൾ ഇപ്പോഴെന്താ, സെക്യൂരിറ്റി കൊടുക്കുന്ന കമ്പനിക്ക് ആളുകളുടെ കോളുകളാണെന്ന്, എങ്ങനെയും ഞങ്ങൾക്കൂടെ സെക്യൂരിറ്റി വേണം, അതിന് 1 വർഷത്തേക്ക് $2 ലക്ഷം മറ്റോ ആണ് അവർ ഈടാക്കുന്നത്. എന്നാൽ പോലും ആ സെക്യൂരിറ്റി കിട്ടാൻ വേണ്ടിയിട്ട് CEOമാർ നെട്ടോട്ടം ഓടുന്നു. അപ്പോൾ എപ്പോൾ വേണേലും ഇത് സംഭവിക്കാവുന്ന. അപ്പോൾ ഈ ഹെൽത്ത് കെയർ സിസ്റ്റത്തെ പറ്റി പറയുമ്പം, ഹെൽത്ത് കെയറും ഹെൽത്ത് കെയർ ഇൻഷുറൻസിനെ പറ്റി പറയുമ്പം നമുക്കറിയാം, നമ്മൾ മിക്കവരും ഈ ഹെൽത്ത് ഇൻഷുറൻസിൽ നിന്ന് നമുക്ക് ഇൻഡാസുകൾ വരാറുണ്ട്. ആ നല്ല മനോഹരമായ ഒരു കെട്ട് കടലാസുകൾ ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട്. വാസ്തവം പറഞ്ഞാൽ അതിലെന്താണ് എഴുതിയിരിക്കുന്നതെന്നോ അതും നമ്മളുമായിട്ടുള്ള ബന്ധം എന്താണെന്നോ ഒന്നും മനസ്സിലാവില്ല. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യവുമില്ല. അതെന്തിനാണ് പിന്നെ ഇത് അയച്ചു തരുന്നത് എന്ന് മനസ്സിലാവുന്നില്ല. അതുപോലെ തന്നെ നമ്മളെന്തെങ്കിലും ക്ലെയിം കൊടുത്താൽ അത് നിരസിക്കുക, അത് വെട്ടിക്കുറയ്ക്കുക, അത് ഇല്ലാതാക്കുക, ഇതൊക്കെയാണ് മെയിൻ പരിപാടികൾ. പിന്നെ മെഡിക്കെയറിന് അനാവശ്യമായ രീതിയിൽ നമ്മുടെ കയ്യിൽ നിന്ന് ഇൻഷുറൻസ് പ്രീമിയം വാങ്ങുക, ആ പ്രീമിയം തുക ഇടയ്ക്കിടയ്ക്ക് കൂട്ടുക, ഇങ്ങനെ നാനാതരത്തിൽ ജനദ്രോഹം ചെയ്യുന്നൊരു പരിപാടിയാണ് ഈ ഹെൽത്ത് കെയറും ഹെൽത്ത് കെയർ ഇൻഷുറൻസ്. അതിന് അവരെ മാത്രം പറഞ്ഞിട്ട് കാര്യമില്ല, ഇൻഷുറൻസുകാരെ മാത്രം പറഞ്ഞിട്ട് കാര്യമില്ല. ആശുപത്രികൾ, മെഡിക്കൽ സ്ഥാപനങ്ങൾ, ഈ ഫാർമസ്യൂട്ടിക്കൽ കമ്പനികൾ, പിന്നെ ഡോക്ടർമാർ, ഇതെല്ലാം ഒരു തട്ടിപ്പ് പ്രസ്ഥാനം. എങ്ങനെയും പണമുണ്ടാക്കുക, എങ്ങനെയും ജനത്തിൻ്റെ നന്മയല്ല, പേഷ്യൻറ്റിൻ്റെ നന്മയല്ല, പണമുണ്ടാക്കുക, ഇതാണ് ഇവരുടെ എല്ലാം ലക്ഷ്യം, ആത്യന്തികമായ ലക്ഷ്യം. അതുകൊണ്ട് ആശുപത്രികളിൽ ചെന്ന് കഴിഞ്ഞാൽ, നമ്മളറിയാം, ഒരു എമർജൻസി, എന്തെങ്കിലും ഒരു വയറുവേദന പെട്ടെന്ന് വന്നിട്ട് ആശുപത്രിയിൽ ഒന്ന് ചെന്ന് കഴിഞ്ഞാൽ ആ മിനിമം ബില്ല് ഒരു $10,000-12,000 ആയിരിക്കും മിനിമം ഒരു ബില്ല്. അപ്പോൾ അതിന് മാത്രമുള്ള പരിപാടി അവിടെ എന്താണ് ചെയ്തിരിക്കുന്നത്? ആശുപത്രി അവിടെ തുറന്നു വെച്ചിരിക്കുന്നു എന്നുള്ളതാണ് അവർ ചെയ്യുന്ന ആകപ്പാടെയുള്ളൊരു സേവനം. ഇനി ഒരു കൈ ഒടിഞ്ഞിട്ടൊന്ന് ചെല്ലുക, അല്ലെങ്കിൽ കൈയോ കാലോ ഒടിഞ്ഞിട്ടൊന്ന് ചെല്ലുക, മിക്കവാറും ആശുപത്രിയിൽ ഡോക്ടർമാർ കാണുകയില്ല ഇത് ചികിത്സിക്കാനുള്ള. അവരെ ചെന്നാലുടനെ ആ നേഴ്സുമാർ ഒരു സ്പ്ലിൻ്റ് കെട്ടിയിട്ട് പറയും, നിങ്ങൾ പോയി ഈ ഓർത്തോപീഡിക് ഡോക്ടറെ പിന്നെ പോയി കണ്ടോളാം, 2-3 ദിവസം കഴിഞ്ഞത്. അനുഭവസ്ഥനാണ് ഞാൻ. കൈ ഒടിഞ്ഞിട്ട് ചെല്ലുമ്പോൾ നേഴ്സുമാരിത് നോക്കി ഒന്ന് കെട്ടി വിട്ടു, കൈ ഒടിഞ്ഞിരിക്കുകയാണെന്ന് നമുക്കറിയാം. പിന്നെ 2-3 ദിവസം കഴിഞ്ഞ് ഒരു ഓർത്തോ ഡോക്ടറെ തപ്പിപ്പിടിച്ച് വളരെ ബുദ്ധിമുട്ട് ചെന്ന് അതിന് ശേഷമാണ് കാസ്റ്റ് ഇടുന്നത്. അപ്പോൾ ഇതാണ് അമേരിക്കയിലെ ആശുപത്രി സമ്പ്രദായം. ഈ ഡോക്ടർമാർക്ക് അമിതമായ പ്രാധാന്യം ലഭിക്കുക. ആശുപത്രികളൊന്നും ഡോക്ടർമാരില്ല. കാരണം ഡോക്ടർമാരെല്ലാം പ്രൈവറ്റ് പ്രാക്ടീസാണ്. നമ്മുടെ നാട്ടിലെ പോലെ, ഇന്ത്യയിലെ പോലെ ആശുപത്രികളുമായിട്ട് ബന്ധപ്പെട്ടല്ല, അവർ പ്രൈവറ്റ് പ്രാക്ടീസ്. പിന്നെ ആരെങ്കിലും രോഗികളൊക്കെ വന്നാൽ ഇങ്ങനെ എടുക്കുക. അപ്പോൾ ആ രീതിയിലുള്ളൊരു സിസ്റ്റം. ഇനി ഈ ഹെൽത്ത് കെയർ സിസ്റ്റത്തെ പറ്റി പറയുമ്പോൾ, ഇവർ കൊടുക്കുന്ന ഈ ബില്ലുകൾ, ഈ നമുക്കറിയാം, ഒരു സാധാരണ ഒരാൾ ചെയ്യുന്ന ഒരു കാര്യം ചെയ്ത ഇൻഷുറൻസ് ഇല്ലാത്ത ആൾക്ക് $300 ഈ ആശുപത്രികൾ ബില്ല് ചെയ്യുമ്പോൾ
അവർക്ക് ഇൻഷുറൻസിൽ നിന്ന് ഒരു $50 പോലും കിട്ടുകയില്ല. അത് എന്നാൽ പിന്നെ ഈ സാധാരണ ആളുകൾക്ക് ആ ഇൻഷുറൻസ് കൊടുക്കുന്ന ആ തുക സാധാരണ ആളുകളിൽ നിന്ന് വസൂലാക്കിയാൽ പോരെ? അതുപോരാ. അവർക്ക് ഇൻഷുറൻസിൽ നിന്ന് കിട്ടുന്നത് ചുരുങ്ങിയ തുകയാണെങ്കിലും അവർ തൃപ്തരാണ്. പക്ഷേ നമ്മൾ പേഴ്സണലായിട്ട് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഇൻഷുറൻസ് ഇല്ലാതെ നമ്മളത് കൈകാര്യം ചെയ്യുകയാണെങ്കിൽ നമ്മൾ അന്യായമായ തുക കൊടുക്കേണ്ടി വരും. ഇങ്ങനെ ഒരു തട്ടിപ്പ് പ്രസ്ഥാനമാണ് വാസ്തവം പറഞ്ഞാൽ ഈ ഹെൽത്ത് കെയർ സിസ്റ്റം എന്ന് പറയുന്നത് തന്നെ. ഇവിടെ പണം ഉണ്ടാക്കുക എന്നുള്ള ഏറ്റവും നല്ലൊരു ഉപാധിയായിട്ട് ഇതിനെ ഉപയോഗിക്കുന്നു. അപ്പോൾ ഇതിനേക്കാൾ മോശപ്പെട്ടൊരു സിസ്റ്റം ഏതാണെന്ന് ചോദിച്ചാൽ അത് ഇന്ത്യയിലെ ഹെൽത്ത് ഇൻഷുറൻസ് സിസ്റ്റമാണ്. പിന്നെ ആശുപത്രി സിസ്റ്റമല്ല, ഹെൽത്ത് ഇൻഷുറൻസ് സിസ്റ്റം. അവിടെ 60 വയസ്സ് കഴിഞ്ഞവർക്ക് ഹെൽത്ത് ഇൻഷുറൻസും കൊടുക്കുകയില്ല, ഒരു മണ്ണാങ്കട്ടയും കൊടുക്കുകയില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ 60 കഴിഞ്ഞ് കഴിയുമ്പോഴാണ് രോഗങ്ങളൊക്കെ വരുന്നത്. രോഗങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ഇൻഷുറൻസൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഇൻഷുറൻസ് കമ്പനിക്ക് നഷ്ടമാകും, ഇൻഷുറൻസ് കമ്പനിക്ക് കാശ് കൊടുക്കേണ്ടി വരും. അതുകൊണ്ടത് കൊടുക്കത്തില്ല. അതെന്തൊരു സമ്പ്രദായമാണോ? നമുക്ക് ഏറ്റവും അധികം കെയർ വേണ്ടത് പ്രായമുള്ള കാലത്താണ്. ആ സമയത്ത് നമുക്കത് ഇൻഷുറൻസ് കിട്ടാത്ത അവസ്ഥ വരുന്നു. ഇങ്ങനെയൊക്കെയുള്ള ദ്രോഹകൃത്യങ്ങൾ നമ്മുടെ നാട്ടിലും ഇഷ്ടംപോലെ നടക്കുന്നുണ്ട്. പിന്നെ അവിടെ ആകപ്പാടെയുള്ളൊരു മെച്ചം, ഇന്ത്യയിൽ നമുക്ക് ഏതെങ്കിലും ആശുപത്രിയിലേക്ക് ചെല്ലാം. അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഉടനെ അവർ പ്രാഥമികമായിട്ടുള്ള പരിശോധനകളെല്ലാം നടത്തും. അതിനുള്ള സംവിധാനങ്ങളെല്ലാം അവിടെ ഉണ്ടാവും, ഡോക്ടർമാരുണ്ടാവും. ആ ഒരു മെച്ചമാണ് പിന്നെ അവിടെ ഉള്ളത്. അതിന് നമ്മൾ കാശ് കൊടുത്താൽ മതി. ഇൻഷുറൻസ് ഒന്നും ഇല്ലെങ്കിലും നമ്മൾ കാശ് കൊടുത്താൽ മതി, കാശുള്ളവരാണെങ്കിൽ. കാശില്ലാത്തവരാണെങ്കിൽ പിന്നെ സർക്കാർ ആശുപത്രിയിൽ പോകണം. ഇവിടെ ഒരു ഗുണം, കാശുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഏത് ആശുപത്രിയിൽ ചെന്നാലും ചികിത്സിക്കാതിരിക്കില്ല എന്നുള്ളൊരു മെച്ചം അമേരിക്കയ്ക്കുണ്ട്. ഇല്ല എന്ന് നമ്മൾ പറയുന്നുമില്ല. പക്ഷേ ഈ അമിതമായ ചാർജും അമിതമായ ഇൻഷുറൻസ് തുകയും വരിക, എന്നിട്ട് ആ ഇൻഷുറൻസ് ഇപ്പം ഏറ്റവും രസകരമായൊരു കാര്യം, ഈ യുണൈറ്റഡ് ഹെൽത്ത് കെയറിനോട് അഫിലിയേറ്റ് ചെയ്തിരിക്കുന്നതാണ് ആന്തം ബ്ലൂ ക്രോസ് ആൻഡ് ബ്ലൂ ഷീൽഡ്, എന്തോ സർക്കാരുമായിട്ട് ബന്ധപ്പെട്ടതാണ്, മെഡിക്കെയറും ഇതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടത്. അപ്പോൾ അവർ പുതിയൊരു നിയമം 2 ദിവസം മറ്റേ ആയുള്ളൂ നിയമം കൊണ്ടുവന്നിരിക്കുന്ന നിയമം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മളൊരു ഓപ്പറേഷൻ നടത്തുമ്പോൾ തീർച്ചയായിട്ടും ശസ്ത്രക്രിയയ്ക്ക് പിന്നെ നമ്മളെ മയക്കി കിടത്തേണ്ടതുണ്ട്. അപ്പോൾ ആ അനസ്തേഷ്യ തരുന്നു. അതിനെ ഇപ്പോൾ ഒരു മണിക്കൂർ നേരത്തേക്കായിരിക്കും അനസ്തേഷ്യ തന്നിരിക്കുന്നു വെക്കുക. ആ 1 മണിക്കൂറിനകം പിന്നെ ഓപ്പറേഷൻ തീർന്നിരിക്കണം. പക്ഷേ നിർഭാഗ്യവശാൽ ഓപ്പറേഷൻ ഒരു 3 മണിക്കൂർ അല്ലെ 4 മണിക്കൂർ നീളുന്നു. അപ്പോൾ വീണ്ടും അനസ്തേഷ്യ തരുന്നു, അല്ലെ കൂടുതലായിട്ട് അനസ്തേഷ്യ തരുന്നു. അപ്പോൾ ആ കൂടുതലായിട്ട് അനസ്തേഷ്യ തരേണ്ടി വന്നാൽ അതിൻ്റെ കാശ് നമ്മൾ വഹിച്ചോണം, പേഷ്യൻ്റ് വഹിച്ചോണമെന്നാണ് ഇവർ പുതിയ നിയമം 2 ദിവസം മറ്റേ അയാൾ കൊണ്ടുവന്നിട്ട്. എന്തായാലും ഇദ്ദേഹത്തിൻ്റെ വെടിവയ്പ് കഴിഞ്ഞതോടുകൂടി അവർ ആ നിയമം അങ്ങ് മാറ്റിക്കളഞ്ഞു. അപ്പോൾ ഇങ്ങനെയുള്ള ജനദ്രോഹ പരിപാടികളാണ്. ജനത്തെയല്ല ഇവർ കാണുന്നത്, പേഷ്യൻറ്റിനെ അല്ല ഇവർ കാണുന്നത്, പ്രോഫിറ്റ്, പണം ഉണ്ടാക്കുക. അപ്പം ഹെൽത്ത് കെയർ വെച്ച് പണം ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ അതൊരു ശരിയായ ഒരു കാര്യമാണോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ട് ചിന്തിക്കേണ്ട ഒരു കാര്യം. അതിനൊരു മാറ്റം അമേരിക്കയിൽ ഉണ്ടാകാൻ ഇത്രയും വലിയൊരു വ്യക്തിയുടെ മരണം പിന്നെ വഴിവെക്കുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കേണ്ടിയിരിക്കുന്നത്. ഈ തട്ടിപ്പുകൾ ഇല്ലാതാകുന്ന ഒരു കാര്യം. കാരണം എല്ലാത്തിനും വിലകൾ കൂട്ടുകയാണ് ഈ ഫാർമസ്യൂട്ടിക്കൽ കമ്പനി. അവരെന്തെങ്കിലും കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ലോകത്തിലില്ലാത്ത വില ആ മരുന്നിന്. അതുപോലെ തന്നെ പിന്നെ ഫാർമസികളും ആശുപത്രികളും പിന്നെ ഡോക്ടർമാരും എല്ലാവരും കൂടി ഒരു റാക്കറ്റ് പോലെയാണ്. ഇവരെല്ലാവരും കൂടി ഇല്ലാത്ത തുക പിന്നെ മെഡിക്കെയറിനും മെഡിക്കെയ്ഡിനും ഒക്കെ ചാർജ് ചെയ്യും. അവർ കൊടുക്കും, സർക്കാർ കൊടുക്കും എന്ന് പറഞ്ഞാൽ ജനങ്ങൾ കൊടുക്കും. അപ്പം അങ്ങനെ ഒരു വിഷ്യസ് സർക്കിൾ, എന്താ പറയുക, ഒരു ദൂഷിത വലയം ഒരിടത്തും തുടങ്ങി മറ്റിടത്ത് അങ്ങനെ ചുറ്റിക്കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രസ്ഥാനമാണ്. എന്തായാലും അതിനൊരു മാറ്റം വരാൻ ഈ കൊലപാതകം സഹായിക്കാം എന്നാണ് കരുതുന്നത്. എന്തായാലും കൊലപാതകയെപ്പറ്റി ഇതുവരെ ഒരു വിവരം കിട്ടിയില്ല. ആ കൊലപാതകി ഉപയോഗിച്ച വെടിയുണ്ട, അതിൻ്റെ ഷെൽ കേസിൽ ഡിഫൻസ് എന്നൊക്കെ എഴുതി വെച്ചിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഈ പിന്നെ ഇൻഷുറൻസുകാരുടെ സ്ഥിരം പിന്നെ പദവിയാണ്, നിങ്ങളുടെ ആപ്ലിക്കേഷൻ, നിങ്ങളുടെ ബില്ല് ഡിനൈ ചെയ്തിരിക്കുന്നു. അത് മിക്കവാറും കിട്ടുന്ന ഒരു സാധനമാണ്. അപ്പം വെറുക്കപ്പെട്ട ഒരു വിഭാഗമാണ് ഇവർ. അപ്പോൾ പിന്നെ അതിനെതിരെ ഒരു പുസ്തകം തന്നെ ഉണ്ടായിട്ടുണ്ട്. ആ പുസ്തകത്തിൻ്റെ ഒരു ഭാഗമായിട്ടാണ് അതിലുപയോഗിക്കുന്ന 2 പ്രധാനപ്പെട്ട വാക്കുകൾ ഡിനൈ, ഡിഫൻസ്. പിന്നെ അതാണ് ആ ഷെൽ കേസിൽ ഉണ്ടായിരുന്നതാണ് പറയുന്നത്. അപ്പോൾ ഈ ഇവരോടുള്ള പിന്നെ വെറുപ്പിൻ്റെ ഒരു കാരണം കൂടി ആയിരിക്കാം ഈ സംഭവം എന്ന് പിന്നെ കരുതപ്പെടുന്നുണ്ട്. എന്തായാലും ആ കൊലയാളിയെ ഇതുവരെ കണ്ടുകിട്ടിയിട്ടില്ല, അയാളെ തപ്പിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പം തീർച്ചയായിട്ടും 1-2 ദിവസത്തിനകം പിന്നെ അമേരിക്കയിലെ പോലീസാണ്, ന്യൂയോർക്കിലെ പോലീസും പിന്നെ FBI എല്ലാം കൂടെ ചേർന്നാണ് തീർച്ചയായിട്ടും 1-2 ദിവസത്തിനകം കണ്ടുപിടിക്കും. അയാൾ അറ്റ്ലാന്റയിൽ നിന്ന് ബസ്സിൽ കയറിയാണ് വന്നതെന്ന് പറയുന്നു. അപ്പോൾ ബസ്സിൽ കയറിയൊക്കെ വന്നു എന്ന് പറഞ്ഞാൽ ഏകദേശം അയാളുടെ ഐഡൻറ്റിറ്റിയൊക്കെ പിന്നെ ഉറപ്പായും കിട്ടിക്കാണും. ഒരുപക്ഷെ അയാളെ തന്നെ കിട്ടിക്കാണും, പിന്നെ പുറത്ത് പറയുന്നില്ല എന്ന് മാത്രം. ഇനി രണ്ടാമത് ഞാനൊരു കാര്യം കൂടെ പറഞ്ഞു, നമ്മുടെ ഉന്നത വിദ്യാഭ്യാസമാണ് മറ്റൊരു തട്ടിപ്പെന്നുള്ളത്. അതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണം, ഈ ഇന്ത്യയിലൊക്കെ നമ്മൾ കോളേജിൽ പോയി പഠിക്കുന്ന ചുരുങ്ങിയൊരു പൈസയാണ് അതിന് ചിലവാകുന്നത്. അതുപോലും വളരെ കൂടുതലാണെന്നാണ് പറയുന്നത്. അപ്പം എൻ്റെ അനുഭവം പിന്നെ ഞാൻ പറയാം. 76 പിന്നെ MAക്ക് പഠിക്കുമ്പോൾ അന്ന് ഫീസ് 16 രൂപയായിരുന്നു.
16 ഇന്ത്യൻ രൂപ പിന്നെ അന്നത്തെ. അതൊരു 20 രൂപയായിരുന്നെങ്കിൽ അഫോർഡ് ചെയ്യാനായിട്ട് എന്നെപ്പോലുള്ള സാധാരണക്കാർക്ക് ബുദ്ധിമുട്ടാകുമായിരുന്നു എന്നുള്ളതാണ് സത്യം. അപ്പോൾ അങ്ങനെയുള്ളൊരു കാലം ഉണ്ടായിരുന്നു പിന്നെ എന്നത് മറക്കുന്നില്ല. അപ്പോൾ ഇവിടെ അമേരിക്കയിലെ സിസ്റ്റം എന്താണ്? ഈ കോടതികളിൽ ചെല്ലുക എന്ന് പറഞ്ഞാൽ അതൊരു 5 സ്റ്റാർ സൗകര്യമാണ്. അവിടെ ഭക്ഷണം, താമസം എല്ലാം ഒരു 5 സ്റ്റാർ സെറ്റപ്പാണ്. അതുപോലെ തന്നെ അതനുസരിച്ചുള്ള ഫീസും നമ്മൾ കൊടുക്കണം. അതനുസരിച്ച് അധ്യാപകർക്കും ഒക്കെ ഫീസ് കൊടുക്കുന്നുണ്ടാവും. അങ്ങനെ ആ ഒരു 5 സ്റ്റാർ സൗകര്യങ്ങൾ. എന്നിട്ട് അതുപോലെ തന്നെ ഈ ലോകത്തിലില്ലാത്ത ഫീസും ഈടാക്കുന്നു. എന്നാൽ കുട്ടികൾ കുറയുന്നുണ്ടോ? കുറയുന്നുമില്ല. അതിന് പ്രധാനപ്പെട്ട കാരണം എന്താണ്? കുട്ടികൾക്കെല്ലാം സർക്കാർ വാരിക്കോരി ലോൺ കൊടുക്കും. ആ ലോൺ മേടിച്ചിട്ട് ആ ലോൺ ഇങ്ങനെ ഈ കോളേജുകൾക്ക് കൊടുക്കുന്നു. ആ കോളേജുകൾ തടിച്ചു കൊടുക്കുന്നു. എന്നിട്ട് ഈ കുട്ടികൾ ജോലി കഴിഞ്ഞ് പഠിത്തം കഴിഞ്ഞ് ഇറങ്ങി വന്നു കഴിഞ്ഞാലോ ഒരു ജോലി കിട്ടാനായിട്ടുള്ള പാട്. ജോലി കിട്ടിക്കഴിഞ്ഞാൽ ശമ്പളം കിട്ടുന്നത് എത്രയാണ്? ഒരു സാധാരണ ഇപ്പോൾ ഡോക്ടറോ അല്ല അതുപോലെയുള്ള ജോലികൾക്കൊക്കെ ആണെങ്കിൽ അവർക്ക് പ്രശ്നമില്ല. അവർക്ക് ഈ കടമുണ്ടെങ്കിലും അടച്ചു തീർക്കാനായിട്ട് ബുദ്ധിമുട്ടില്ല. എന്നാൽ ഒരു സാധാരണ ജോലിക്കാരനാണല്ലോ, അയാൾ ഇത് അടച്ചു തീർക്കാനായിട്ട് ബുദ്ധിമുട്ടുക. വർഷങ്ങളോളം ഒരുപക്ഷെ ഒരു ജീവിതകാലം തന്നെ എടുക്കും ഈ കടം അടച്ച് തീർക്കാനായിട്ട്. സർക്കാർ കൊടുക്കുന്നതാണ്. സർക്കാർ അത് നമുക്ക് ഈ പാപ്പർ പ്രഖ്യാപിച്ച് ഒന്നും നമുക്ക് ഇറങ്ങിപ്പോരാൻ പറ്റത്തില്ല. അത് അടച്ചു തീർക്കുക തന്നെ വേണം. അപ്പോൾ അങ്ങനെ ആ സർക്കാർ ഈ കോളേജുകളിലെ ഫീസ് കുറയ്ക്കുന്നതിന്, ചിലവ് കുറയ്ക്കുന്നതിന് പകരം ഓരോ വർഷവും ഇതിന് ചിലവ് കൂടുകയാണ് ചെയ്യുന്നത്. ഫീസും ചിലവും എല്ലാം കൂടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ സംവിധാനം തന്നെ ഈ ആളുകളെ പിടിയാൻ വേണ്ടി അവിടെ ഇങ്ങനെ കാത്തു കെട്ടി കിടക്കുകയാണ്. അതിനൊരു മാറ്റം വരണ്ടേ? കാരണം ഈ രണ്ട് കാര്യങ്ങൾ, ഈ പുതിയ തലമുറയാണ്, വിദ്യാഭ്യാസവും പുതിയ തലമുറയുമാണ് ഈ രാജ്യത്തിൻ്റെ ശക്തി. നമുക്കറിയാം, നമ്മളൊക്കെ അമേരിക്കയിൽ വന്നത് എന്താണ്? നമ്മളൊക്കെ അവിടുന്ന് സ്വത്തും കൊണ്ടൊന്നുമല്ല വന്നത്. നമ്മുടെ വിദ്യാഭ്യാസം അവിടുന്ന് കിട്ടിയ, ഞാൻ ആ 16 രൂപ കൊടുത്ത് പഠിച്ച, ആ ഒരു മാസം 16 രൂപ കൊടുത്ത് പഠിച്ച ആ ഡിഗ്രിയും കൊണ്ടാണ് ഞാനിവിടെ വന്നത്. അതിനെവിടെയാണ് നമ്മളിവിടെ ജീവിച്ച് പുറത്തു പോകുന്നത്. അതുപോലെ തന്നെ നേഴ്സുമാരാണേലും ഓരോരുത്തരാണേലും നമ്മുടെ വിദ്യാഭ്യാസം അതാണ് നമ്മുടെ ജീവനാഡിയായിട്ട് മാറിയിരിക്കുന്നത്. അത് ഏതൊരു രാജ്യത്തിൻ്റെയും. അപ്പോൾ ആ പ്രസ്ഥാനം ഇങ്ങനെ ആളുകൾക്ക് അഫോർഡ് ചെയ്യാൻ പറ്റാത്ത രീതിയിലേക്ക് വരിക ഒരു കാര്യം. രണ്ടാമത് നമ്മുടെ ഹെൽത്ത് കെയർ, ആരോഗ്യരംഗം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ ഈ രണ്ട് രംഗത്തും ഇങ്ങനെ അനാവശ്യമായ പ്രോഫിറ്റ് മാത്രം ലക്ഷ്യമാക്കിയുള്ള ഒരു സിസ്റ്റമാണ് വാസ്തവം പറഞ്ഞാൽ ഈ തട്ടിപ്പിൻ്റെ എല്ലാം അടിസ്ഥാന പ്രശ്നം. ഇതിനൊരു മാറ്റം ഉണ്ടാവേണ്ടത് ആവശ്യമാണ്.